മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു സാഗറിനെ വിളിച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കള്ളക്കളി എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം, അതിന് നീയായിട്ട് ഒരു വഴി ഉണ്ടാക്കി തരണം. ഇനി അയാൾ മാനസയുടെ വീട്ടിലെത്തുമ്പോൾ നീ ആ നിമിഷം എന്നെ വിവരം അറിയിക്കണമെന്നും ഞാൻ വരാമെന്നും മഞ്ജു പറയുമ്പോൾ എല്ലാം സമ്മതിക്കുന്നുണ്ട് കേട്ടോ സാഗര. ശേഷം മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുള്ള നല്ലൊരു ചാൻസാണ് ഇതെന്നും അത് നീ കണക്കിലെടുക്കണമെന്നും മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട്. പിന്നീട് മാനസയുടെ വീട്ടിലെത്തുകയാണ് മേഘൻ. അപ്പുവിന് ടോയ്സ് എല്ലാം കൊടുക്കുകയും മാനസയുടെ പരിഭവമെല്ലാം മേഘൻ തീർത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം മാനസയുടെ വീടിൻ്റെ പരിസരത്തെത്തുന്ന സാഗർ മാനസയുടെ വീടിൻ്റെ പോർച്ചിൽ കിടക്കുന്ന കാറ് മേഘൻ്റേതാണെന്ന് തിരിച്ചറിയുകയും ഉടനെ തന്നെ മഞ്ജുവിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാർക്കോയാണെങ്കിൽ താൻ പറഞ്ഞതുപോലെയെല്ലാം സാഗർ ചെയ്തു കൊടുത്തതിനുള്ള നന്ദി അയാളെ അറിയിക്കുന്നുണ്ട്. കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും കരയിച്ച് മഞ്ജുവിനും നല്ലൊരു ശിക്ഷ തന്നെ കിട്ടണം. എന്നെ പെണ്ണ് കേസിൽ കൊടുക്കാനായിട്ട് നോക്കിയതാണ് അവൻ. പിന്നീട് അവൻ എന്നെ ലോക്കപ്പിൽ കാണാനായിട്ട് വന്നു. അന്നവൻ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്നേ അവനോടുള്ള കണക്ക് തീർക്കുമെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ്. നീ മഞ്ജുവിനെ വിവാഹം കഴിച്ച് ആ മേഘന് കനത്ത തിരിച്ചടി കൊടുക്കണമെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്. അതിനുശേഷം മേഘൻ അപ്പുവിനെ കൊഞ്ചിക്കുന്നതും അതുപോലെ തന്നെ മാനസയോട് പ്രണയത്തോടെ പെരുമാറുന്നതും എല്ലാം നേരിട്ട് കണ്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ മഞ്ജു. അതോടുകൂടി മേഘൻ്റെ യഥാർത്ഥ സ്വഭാവം മഞ്ജു തിരിച്ചറിയുന്നുണ്ട്. അപ്പു മേഘൻ്റെ മകനാണെന്ന് ഇതിൽ കൂടുതൽ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സാഗർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് മഞ്ജു മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് മനസ്സ് തകർന്ന് മഞ്ജു സാഗറിനെ കാണാനായിട്ട് എത്തുകയാണ്. സാഗർ പറഞ്ഞതെല്ലാം സത്യമാണ്. അയാൾ എന്നെ ഇത്ര നാളും പറ്റിക്കുകയായിരുന്നു. അയാൾക്ക് മാത്രമല്ല അയാളുടെ വീട്ടുകാർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. എൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്നെ വിവാഹം കഴിച്ചത്. ഇക്കണക്കിന് അയാൾക്ക് മഹാലക്ഷ്മിയുടെ കൈ കൊണ്ട് കരണത്ത് അടി കിട്ടിയതും സത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കണ്ണേട്ടൻ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ ദാമ്പത്യം തകർന്നു. ഇനി ഒരാളെ കൊണ്ടും അത് വിളക്കി ചേർക്കാനായിട്ട് കഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിയന്ത്രണം വിട്ട് കരയാണ് കേട്ടോ മഞ്ജു. തുടർന്ന് ഇനി എന്താ മഞ്ജു ചെയ്യാൻ പോകുന്നത് എന്ന് സാഗർ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല. എന്തായാലും DNA ടെസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എൻ്റെ ജീവിതം തകർത്ത അയാൾക്ക് നല്ല തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതുവരെ ഞാൻ അയാളെക്കുറിച്ചും ഒന്നും അറിഞ്ഞതായിട്ട് അയാൾ അറിയരുത് എന്നും മഞ്ജു പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന മഞ്ജു മേഘനെ ഇങ്ങനെ തുറിച്ചു നോക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന മേഘനാണെങ്കിൽ മഞ്ജുവിന് എന്തോ ചില തന്നെക്കുറിച്ച് എല്ലാം മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയവും ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മാർക്കോ കണ്ണനെയും മഹാലക്ഷ്മിയെയും കാണാനായിട്ട് കമലേശ്വരം ഫിനാൻസിൽ എത്തുന്നുണ്ട്. മാർക്കോയെ അപ്രതീക്ഷിതമായിട്ട് കാണുമ്പോൾ അവർക്ക് ശരിക്കും സർപ്രൈസ് ആവുന്നുണ്ട് കേട്ടോ. ശേഷം അവരൊരുമിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. മാർക്കോ തക്ക സമയത്ത് വന്ന് തങ്ങളെ രക്ഷിച്ചതിൻ്റെ ആ നന്ദി പറഞ്ഞിട്ടും കണ്ണനും മഹാലക്ഷ്മിക്കും മതിയാവുന്നില്ല കേട്ടോ. മാർക്കോയ്ക്ക് ആണെങ്കിലും തിരിച്ചും തന്നെ പെണ്ണ് കേസിൽ നിന്നും കണ്ണൻ വന്ന് രക്ഷപ്പെടുത്തിയത് അതിൻ്റെ ആ ഒരു സ്മരണയും മാർക്കോ അവിടെ പറയുന്നുണ്ട്. എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെയും അതുപോലെ തന്നെ എനിക്ക് എന്നും തുണയായിട്ടുള്ള അമ്മയുടെയും കാരുണ്യം കൊണ്ടാണ് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നത് എന്നെല്ലാം മഹി പറയുമ്പോൾ ആ അമ്മയെക്കുറിച്ച് മാർക്കോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഒരമ്മയെ കാണാറുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണൻ അവിടെ പറയുന്നുണ്ട്. എന്നെയും ഇയാളെയും നിരന്തരം ഒരമ്മ പിന്തുടരുന്നുണ്ട് എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടുന്ന മാർക്കോയോട് ഞാനത് പറഞ്ഞപ്പോൾ മാർക്കോ എന്താ ഞെട്ടിയത്? മാർക്കോയ്ക്ക് ആ അമ്മയെ പരിചയമുണ്ടോ എന്ന് മഹി ചോദിക്കുമ്പോൾ ആ അമ്മയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അന്ന് മഹാലക്ഷ്മി ചോദിച്ചല്ലോ, മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞതെന്ന്. ആ അമ്മയാണ് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് എന്നോട് പറഞ്ഞത്. അന്ന് മഹാലക്ഷ്മിയെ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന് എന്നോട് പറഞ്ഞതും ആ അമ്മയാണെന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ആ അമ്മ പ്രവചനം നടത്താറുണ്ട്. വളരെ നല്ലവരായിട്ടുള്ള രണ്ടുപേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുമെന്നും ആ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം മാർക്കോ പറയുന്നതെല്ലാം
ഞെട്ടലോടെ കേൾക്കുകയാണ് കേട്ടോ മഹിയും കണ്ണനും. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.